ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ 2025 അതായത് ഈ വരുന്ന അറ്റംപ്റ്റിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. ഇതൊരു ശരിക്കും നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമാണ്, ഇത് യൂസ് ചെയ്യുക നിങ്ങൾ മാക്സിമം. അപ്പോൾ ഈ ടാക്സേഷൻ എന്ന് പറയുന്ന പേപ്പർ പൊതുവിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പോൾ എല്ലാവരും അതിൽ കൺസേൺസ് പറയാനുണ്ട്, എങ്ങനെ പഠിക്കണം എന്നറിയാതെ ഇപ്പോഴും സ്റ്റക്കായിട്ട് എവിടെ നിന്ന് തുടങ്ങണം, മെറ്റീരിയൽസ് ഇല്ല എന്നുള്ള രീതിക്കൊക്കെ ഭയങ്കര സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. കൺസെപ്റ്റ് അറിയില്ല, അമെൻമെൻറ്റ്സ് വന്നു, അതെങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല, അങ്ങനെ നിൽക്കുന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് 3 ദിവസം മാറ്റി വെക്കാനുണ്ടെങ്കിൽ ടാക്സേഷൻ നിങ്ങളുടെ കയ്യിൽ സേഫ് ആവും. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാളെ മുതലാണ്, അതായത് നമ്മുടെ മെയ് 30 മുതലാണ്. മെയ് 30, 31, ജൂൺ 1 ഇങ്ങനെ 3 ദിവസമാണ് ഞാൻ ഈ ക്ലാസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ലേറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും, അതിൽ പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് 3 ദിവസം മാറ്റി വെക്കാൻ വേണം. 3 ദിവസം നിങ്ങൾ വേറെ സബ്ജക്റ്റ് ആ 3 ദിവസത്തിൽ പഠിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ഡെയിലി ഒരു 10 അവേഴ്സ് വെച്ചിട്ട് 3 ദിവസം, 10 അവേഴ്സ് വേണ്ട, 10 അവേഴ്സ് ഒരു മാക്സിമം ഒരു അപ്രോക്സിമേറ്റ് 10 അവേഴ്സ് വെച്ചിട്ട് ഡെയിലി ടാക്സേഷന് മാത്രം 3 ദിവസം കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് ടാക്സേഷൻ നിങ്ങളുടെ കയ്യിൽ സേഫ് ആവും. വിത്ത് പ്രോപ്പർ റിവിഷൻ നിങ്ങൾക്ക് സേഫ് ആവും. അപ്പോൾ ഇതിന് ഒരു ഫീ ഉണ്ട്, 600 rupees ആണ്. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ പറയാം. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം പക്ക അതുപോലെ പഠിക്കുവാണെങ്കിൽ 70 to 80 മാർക്ക് നിങ്ങളുടെ കയ്യിൽ സെക്യൂർ ആകും കേട്ടോ. അപ്പോൾ നിങ്ങളത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് കസ്റ്റംസും കൂടി ചേർത്തിട്ടാണ് നമുക്ക് 50 മാർക്കിനാണ് എക്സാമിന് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻട്രൊഡക്ഷൻ ടു GST എന്ന ചാപ്റ്ററിനകത്ത് നിന്ന് 14 മാർക്കിന് എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കാറുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റംസ് എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് വരും. കസ്റ്റംസിൻ്റെ 4 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ തിയറി ആയിട്ടും ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് 7 മാർക്കിന്. സോ മാറി മാറി വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം എടുക്കുന്നുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ എന്ന ചാപ്റ്റർ, GSTയുടെ രജിസ്ട്രേഷൻ എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കുന്നതാണ് 7 മാർക്കിന്. സോ അത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതും എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് മിക്കപ്പോഴും വരുന്നതാണ്. പിന്നെ നമ്മൾ ITC നോക്കും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഇൻഡയറക്റ്റ് ടാക്സിലുള്ള എല്ലാ ചാപ്റ്ററും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ, കസ്റ്റംസ്, രജിസ്ട്രേഷൻ, ITC, വാല്യൂ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം, വാല്യൂ, ടൈം ഓഫ് സപ്ലൈ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം എടുക്കുക. അതിനുശേഷം നമുക്ക് സപ്ലൈ ഓഫ് GST എന്ന് പറയുന്ന ചാപ്റ്റർ, ടാക്സ് ഇൻവോയ്സസ്, പിന്നെ വേ ബിൽ, എക്സംഷൻ, കോമ്പോസിഷൻ, GST റിട്ടേൺ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവിഷൻ, അതായത് നമുക്ക് എന്താണോ എക്സാമിന് ചോദിക്കുന്നത് ആ പ്രൊവിഷൻ വിത്ത് അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻ വർക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട പ്രൊവിഷൻ ഞാൻ തരും, ക്വസ്റ്റ്യനും ഞാൻ തരും. നിങ്ങൾ അത് അതേപോലെ പഠിക്കുക, ക്വസ്റ്റ്യൻ മാക്സിമം വർക്ക് ചെയ്യുക. പ്രീവിയസ് ഇയർ ഒക്കെ നമ്മൾ പറയും, പ്രീവിയസ് ഇയറിൻ്റെ MCQവും അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യനും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടേ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പോകത്തുള്ളൂ. സോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സ് എന്തൊക്കെയുണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു 50 മാർക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 2 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 8 വരെയാണ് ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കുന്നത്. 7 ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രിപ്റ്റീവിൽ വരുന്നത്. അതിലെ ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ നമ്പർ 6, 7, 8 ഇത് 3ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻ, ഈ ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ ഫുള്ള് വിത്ത് കസ്റ്റംസ് നമ്മൾ ഫുള്ള് പഠിക്കുവാണെങ്കിൽ നമുക്ക് ആ 3 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. ഒരു ക്വസ്റ്റ്യന് 14 മാർക്കാണ്. 3 ക്വസ്റ്റ്യൻ ആകുമ്പോൾ 42 മാർക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആവും. പിന്നെ എല്ലാ അറ്റംപ്റ്റിലും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ MCQ വരുന്ന രീതി ഇങ്ങനെയാണ്, അതായത് 8 മാർക്കിന് 9 മാർക്കിന് 9 മാർക്കിന് ഇങ്ങനെയാണ് എപ്പോഴും ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ മുന്നത്തെ അറ്റംപ്റ്റുകൾ എടുക്കുമ്പോൾ 9 ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ അതിന് കൂടുതലേ ചോദിച്ചിട്ടുള്ളൂ. അതിന് താഴെ GST വന്നിട്ടില്ല. ടോട്ടൽ നമുക്ക് MCQ 15 ക്വസ്റ്റ്യനാണ്. അതിനകത്ത് 8 ക്വസ്റ്റ്യൻ ചോദിക്കുക. കഴിഞ്ഞ 2 അറ്റംപ്റ്റായിട്ട് 9 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് 9 ക്വസ്റ്റ്യനാണ്, 2 മാർക്ക് വെച്ചിട്ട് 18 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ 2 അറ്റംപ്റ്റ് 8 മാർക്കായിരുന്നു. സോ ഞാൻ ആവറേജ് 8 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 42 മാർക്ക് എന്ത് കിട്ടും, ഡിസ്ക്രിപ്റ്റീവിൽ നിന്നും കിട്ടും. MCQ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 8 ക്വസ്റ്റ്യൻ ആവറേജ് കിട്ടും. 8 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 16 മാർക്കും കിട്ടും. സോ ആ 42ഉം ഈ 16 കൂടി ചേർത്ത് നമുക്ക് ടോട്ടൽ ഇൻഡയറക്റ്റ് ടാക്സ് കംപ്ലീറ്റ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 58 മാർക്ക് അവരുടെ കയ്യിൽ സേഫ് ആയിരിക്കും. നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ഡൗട്ട് വെക്കരുത്, എനിക്കിത് അറിയോ, ഇനി ഇത് പഠിക്കണോ, സ്കിപ്പ് ചെയ്യണോ, ആ രീതിയിൽ നിൽക്കരുത്. നമ്മൾ എടുക്കുന്ന പോർഷൻ നന്നായിട്ട് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. അതാണ് നമ്മുടെ പോളിസി. അത് ആ രീതിക്കായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. നോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ തരും. പ്രീവിയസ് ഇയർ എല്ലാം ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യനും കാര്യങ്ങളും എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ മാക്സിമം അതിന് കോപ്പറേറ്റ് ചെയ്യുക. GSTക്ക് മാത്രം ഞാൻ MCQയും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. GSTയുടെ
MCQ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അല്ലാതെ നമുക്ക് വേണ്ട പ്രീവിയസ് ഇയറിലെ MCQ എല്ലാം നമ്മൾ പറയും. GSTയുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയും. ഇനി അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് ഫുള്ളായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 58 മാർക്ക്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പഠിക്കുക. 58 മാർക്ക് നിങ്ങളുടെ കയ്യിൽ പോട്ടെ, 55 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ എടുത്തു കഴിഞ്ഞു. നമുക്ക് ടോട്ടൽ 5 ക്വസ്റ്റ്യനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി 2 ക്വസ്റ്റ്യൻ അതെങ്ങനെ സെലക്ട് ചെയ്യും, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ടാക്സിലേക്ക് വരുവാണ്. ഡയറക്റ്റ് ടാക്സിൻ്റെ എപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 2 തുടങ്ങുമ്പോൾ A പാർട്ട് എപ്പോഴും ചോദിക്കുന്ന റെസിഡൻഷ്യൽ സ്റ്റേറ്റസും B പാർട്ട് എപ്പോഴും ചോദിക്കുന്നത് സാലറിയിൽ നിന്നാണ്. ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ നിന്നുമാണ് ചോദിക്കുന്നത്. നമ്മുടെ ഇൻകം ഹെഡിലെ സാലറിയിൽ നിന്നുമാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ A പാർട്ട് എപ്പോഴും റെസിഡൻഷ്യലാണ്, B പാർട്ട് എപ്പോഴും സാലറിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കുന്ന ചാപ്റ്റർ 2 ഇതായിരിക്കും, റെസിഡൻഷ്യലും സാലറിയും നമ്മൾ നന്നായിട്ട് പഠിക്കും. അതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻ ക്രെക്സ് നമുക്ക് ഇറങ്ങിപ്പോയി നമുക്ക് ഫുള്ള് പഠിക്കാൻ പറ്റിയില്ല വെച്ചാലും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് 4 ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 A പാർട്ട് എപ്പോഴും ചോദിക്കുന്നത് സെറ്റ് ഓഫ് ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ നമ്മൾ അത് പഠിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ 5 ഹെഡും പഠിച്ചിട്ടാണ് സെറ്റ് ഓഫ് പഠിക്കാനുള്ളത്. പക്ഷേ നമുക്ക് സെറ്റ് ഓഫ് അല്ലാതെയും പഠിക്കാൻ പറ്റും. അതായത് പ്രൊവിഷൻ നന്നായിട്ട് കാണാതെ പഠിച്ചു കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഹെഡ് ഇത്രയും അറിയില്ല എന്നുണ്ടെങ്കിലും സെറ്റ് ഓഫിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും, ആ പ്രൊവിഷൻ മനസ്സിലാക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സെറ്റ് ഓഫും HP ഹൗസ് പ്രോപ്പർട്ടിയാണ്. അത് രണ്ടുമാണ് A പാർട്ടും B പാർട്ടുമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5. സോ ഈ 2 ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഏതൊക്കെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 2ഉം ക്വസ്റ്റ്യൻ നമ്പർ 5ഉം എടുക്കാം. അപ്പോൾ നേരത്തെ 6, 7, 8 എടുക്കാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 2ഉം ക്വസ്റ്റ്യൻ നമ്പർ 5ഉം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 5 ക്വസ്റ്റ്യന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും പറ്റിയില്ല, അതായത് നമ്മൾ പഠിച്ച GSTയുടെ പ്രൊവിഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വന്നൊരു കുറച്ചുകൂടെ ടഫായിട്ട് ചോദിച്ചു, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് അറിയില്ല, പ്രൊവിഷൻ നമുക്ക് അറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിൻ്റെ ഏതെങ്കിലും പ്രൊവിഷൻ നമ്മൾ മറന്നുപോയി, നമ്മൾ ചെയ്യാത്ത അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും വന്നൊരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിക്ക് തന്നെ ഇൻഡയറക്റ്റ് ഫുള്ളും പഠിച്ച് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് 100 മാർക്കിന് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് വരാൻ പറ്റും. മനസ്സിലായോ? ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഫേസ് ചെയ്യുകയാണ്, നമ്മൾ പഠിച്ച പ്രൊവിഷനിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്ന് അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റോ പുറത്തുനിന്ന് ഒരു കുറച്ചുകൂടെ ടഫായിട്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ IFOS എന്ന് പറയുന്ന ഹെഡിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ IFOS എന്ന് പറയുന്ന ഹെഡിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ ആവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അത്ര കുറച്ച് കാര്യങ്ങൾ മാത്രം, അത് വളരെ കുറച്ച് കാര്യങ്ങൾ. ഇൻ കേസ് എന്തെങ്കിലും IFOS പഠിച്ചാൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ കുറച്ച് വലുതാണ്, ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതത്രയും ഷുവർ പറയുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തരുന്നത് ഈ ഇൻഡയറക്റ്റ് ടാക്സ് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ MCQ എല്ലാം നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഡയറക്റ്റ് ടാക്സിനകത്ത് ഈ പറഞ്ഞ 4 ചാപ്റ്റേഴ്സാണ് നമ്മൾ മെയിൻ ഫോക്കസ് കൊടുക്കുക. ഈ 4 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാൽ മതി. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് IFOSൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും ക്വസ്റ്റ്യൻസും പ്രൊവിഷനും കൂടി പറഞ്ഞു തരാം. IFOS എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് ചോദിക്കുന്നതാണ്. പക്ഷേ നമുക്കതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് ചോദിക്കുന്ന ക്യാപിറ്റൽ ഗെയിനോ PGBP ഒക്കെയാണ്. അപ്പോൾ നമുക്കത് നമ്മൾ പഠിച്ചെത്തിയിട്ടില്ല, അപ്പോൾ നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ഇത് രണ്ടുമാണ്, ഇതുമാണ്. അപ്പോൾ ഇൻ കേസ് നമുക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ IFOSനെ ഒന്ന് ഓൾട്ടർനേറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് IFOSൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ക്യാപിറ്റൽ ഗെയിനും PGBP ഒക്കെ എടുക്കാൻ നിന്നത് വലുതാണ്, ഡീറ്റെയിൽഡ് ഹെഡാണ്. ഒരു ഹെഡ് പഠിക്കാൻ മാത്രം നമുക്ക് ഡീറ്റെയിൽ പഠിക്കാൻ നമുക്ക് 10 ദിവസത്തോളം വേണ്ടി വരും, ഒരു ഹെഡ് പഠിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അത്രയും നമുക്ക് ഇനി എടുക്കാൻ ടൈമില്ല. അപ്പം ഈ ലാസ്റ്റ് മിനിറ്റിലായാലും അല്ലാതെ ആയാലും നിങ്ങൾക്ക് ഈ ടാക്സേഷൻ എന്ന പേപ്പർ സ്കോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പക്ക നിങ്ങൾ പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് 85% അഷ്വർ ചെയ്യുകയാണ്. 85% നിങ്ങൾക്ക് ഞാൻ എടുത്തു തരും. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെയാണ് ടാക്സേഷൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോട്ടും പ്രീവിയസ് ഇയറും എല്ലാം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാക്കി സബ്ജക്റ്റുകൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് ഇനിയിപ്പോൾ അറിയില്ല, ക്ലാസ് വേണം എന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾ 2 days ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സബ്ജക്റ്റുകൾ തരും. ടാക്സേഷൻ മാത്രമാണ് ഞാൻ 3 days ഒരു ഇതിട്ടത്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. 600 rupees ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാം ടൈം ആയതുകൊണ്ട് നിങ്ങൾക്കൊരു റിക്വയർമെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 600 ഇട്ടത്. നോർമലി ടാക്സേഷൻ്റെ ഫീ 700 ആണ്. അപ്പോൾ ഇത് 600 ഞാൻ ഇട്ടത് ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് യൂസ് ആവട്ടെ, നിങ്ങൾക്ക് മാക്സിമം
എടുക്കാൻ പറ്റട്ടെ എന്നുള്ള രീതിക്ക് തന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയും കേട്ടോ. നിങ്ങൾ ആ ക്ലാസ്സസിനെ പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല, പ്രോപ്പറായിട്ട് പഠിച്ചാൽ മതി. ഞാൻ തരുന്ന കാര്യം അതുപോലെ പഠിച്ചാൽ ക്വസ്റ്റ്യൻ അതുപോലെ വർക്ക് ചെയ്ത് അത് മാത്രം മതി. ആ 3 ദിവസം നിങ്ങൾ ഇതിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഡെയിലി 10 hours വെച്ച് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടാക്സേഷൻ സെക്യൂർ ആവും. അപ്പോൾ നിങ്ങൾ ഈ മാക്സിമം ഇത് യൂസ് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പിൽ നിങ്ങളുടെ പേര് പറയുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ടാക്സേഷൻ ആയാലും മറ്റേത് ക്ലാസ്സസ് ആയാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ആ ക്ലാസ്സിൻ്റെ പേര് ഇതാണ് വേണ്ടതെന്നുള്ളത് പറയാം കേട്ടോ. എങ്കിലും എനിക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ഒത്തിരി അധികം മെസ്സേജ്, ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മെസ്സേജസ് താഴേക്ക് പോകും, ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ഏത് പർട്ടിക്കുലർ സബ്ജക്റ്റ്, ഇപ്പോൾ ടാക്സേഷൻ്റെതാണ് ഞാൻ ഇട്ടേക്കുന്നത്, ഇനി അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ, നമ്മുടെ ബാക്കി 7 സബ്ജക്റ്റിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരിക. ബാക്കി ഫർദർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ ഷെയർ ചെയ്യാം. ടാക്സേഷന് മാത്രം ഞാൻ ഇന്ന് ഇത് പറഞ്ഞതാണ്. കാരണം ടാക്സേഷന് എല്ലാവരും പറയുന്നൊരു ജനറൽ ആയിട്ടുള്ളൊരു കൺസേണുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇത് എത്തത്. അപ്പോൾ 3 ദിവസം കൊണ്ട് ടാക്സേഷൻ നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. സോ മാക്സിമം ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം ഇനിയിപ്പോൾ എക്സാമിന് നോക്കുവാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ, 12 days മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ആ ഒരു 3 ദിവസം ടാക്സേഷന് കൊടുത്താൽ ബാക്കി ടൈം നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റിന് കൊടുക്കാം. ഈ 3 ദിവസം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റ് റിവൈസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 14 hours എങ്കിലും എക്സാം ടൈമിൽ നമ്മൾ റിവൈസ് ചെയ്തിരിക്കണം, പഠിക്കണം. അപ്പോൾ ബാക്കി ടൈം നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റുകൾക്ക് ഫോക്കസ് കൊടുക്കാം. സോ മാക്സിമം ഇത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ടാക്സേഷനെ പറ്റി ഒരു ഐഡിയയും ഇല്ല, ആകെ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഇത് ബെറ്റർ ആയിരിക്കും. ഇനി മറ്റേതെങ്കിലും സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് വരിക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക. എന്നെക്കൊണ്ട് കഴിയുന്ന, ഞാൻ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ ക്ലാസ്സസ് കൊടുക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം അഷുറൻസ് ഞാൻ തരും. ഈ മാക്സിമം എനിക്ക് കഴിയുന്ന എല്ലാ പ്രൊവിഷൻസും ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് ഞാൻ അവൈലബിൾ ആക്കും. നിങ്ങളത് പ്രോപ്പറായിട്ടൊന്ന് റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. ക്ലാസ്സസ് വേണം, ഇനി ഒരു ലാസ്റ്റ് മിനിറ്റിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിൽക്കുന്നത്. ക്ലാസ് കണ്ടു തീരില്ല എന്ന് വെച്ചിട്ട് ആരും ക്ലാസ് എടുക്കാതിരിക്കേണ്ട. ക്ലാസ് കണ്ടു തീരും. നമുക്കതിനുള്ള മനസ്സുണ്ടായാൽ മതി, നമുക്കത് കണ്ടു തീർക്കണം. ആ ഒരു ടാർഗറ്റ് ഉണ്ടായാൽ മാത്രം മതിയടാ നമുക്ക് തീർക്കാൻ പറ്റും. അല്ല ഇനിയിപ്പോൾ എപ്പോൾ കണ്ടു തീർക്കാൻ, ആ രീതിക്ക് നമ്മൾ ചിന്തിക്കാൻ നിന്നാൽ അങ്ങനെ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ കണ്ടു തീർക്കും, എനിക്ക് എഴുതണം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. സോ മാക്സിമം ഇത് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എത്തിക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ എനിക്ക് ജനറലായിട്ട് പറയാൻ, ഇപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി ജനറലായിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുന്നില്ലെങ്കിൽ പോലും ടാക്സേഷൻ എന്ന പേപ്പറിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇതാണ് കേട്ടോ. നിങ്ങൾ ഇൻ കേസ് ക്ലാസ് വാങ്ങിയില്ല വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ടാക്സേഷൻ എന്ന പേപ്പറിനെ പറ്റി ഒരു ഐഡിയ വേണ്ടേ, അതിനും ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് ഇതാണ്. ഇൻഡയറക്റ്റ് ഫുള്ള് പഠിക്കുക, ഡയറക്റ്റിൻ്റെ ഈ പറഞ്ഞ 4 ചാപ്റ്റർ മെയിൻ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ IFOSൻ്റെ കുറച്ച് പ്രൊവിഷൻ നോക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കുക. ഇപ്പം ഇൻഡയറക്റ്റ് ടാക്സ് പഠിച്ചാൽ മാത്രം തന്നെ 58 കിട്ടുന്നുണ്ട്. അപ്പോൾ 55 എന്തായാലും കിട്ടും, 50 എന്തായാലും കിട്ടും. അപ്പോൾ ആ രീതിക്ക് പഠിക്കുക. ഇത് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എനിക്കത് നല്ല യൂസായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി ഫ്രണ്ട്സിന് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ്, നല്ല റിവ്യൂസാണ് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു എക്സാം ടൈമിൽ ഇങ്ങനൊരു നിങ്ങൾക്ക് ഒരു ഇത് തന്നത്. നിങ്ങൾ മാക്സിമം ഇത് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്ലാസ്സസൊക്കെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഡൗട്ടായിട്ട് ബുദ്ധിമുട്ടായി വിഷമിച്ച് നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ഈ അറ്റംപ്റ്റിൽ നമുക്ക് CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ഗ്രൂപ്പ് ക്ലിയർ ആവട്ടെ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാക്സിമം എഫേർട്സ് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾ നന്നായിട്ട് കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ. ഞാൻ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് യൂസ്ഫുൾ ആവുന്ന. ഇനിയിപ്പോൾ ഓരോരോ സബ്ജക്റ്റിനും ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ ഇനി ഫർദറായിട്ട് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് കാണുക. നിങ്ങൾക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഒരു ഒറ്റ ഹോപ്പിൽ മുന്നോട്ട് പോവുക. പഠിക്കാത്തതിനെ പറ്റി ഓർക്കാതെ പഠിച്ചതിനെ മാക്സിമം റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവരും എക്സാം ക്ലിയർ ചെയ്യട്ടോ. ഓൾ ദി ബെസ്റ്റ്.